നമസ്തേ ഗുരുജി. ഗുരുജി എപ്പോഴും പറയാറില്ലേ ജീവിതത്തിൽ ഹാപ്പി ആയിട്ടിരിക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന്. പക്ഷെ അത് നമുക്ക് എങ്ങനെ സാധ്യമാകും? ജീവിതമാകുമ്പോൾ പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അങ്ങനെ പല സിറ്റുവേഷനും ഉണ്ടാവില്ലേ. എങ്ങനെ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും? അതെ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഹാപ്പി ആയിരുന്നാൽ മതി, പ്രശ്നങ്ങൾക്ക് പരിഹാരമാവും. പക്ഷെ എങ്ങനെ ഹാപ്പി ആവാം അല്ലേ? ഈ അറിവ് നേടണമെന്ന് പറയും പണ്ടുള്ളവരെ. സർവ പ്രശ്നത്തിനും കാരണം അജ്ഞാനമാണെന്ന് പറയും. അജ്ഞാനത്തെ മാറ്റാൻ ജ്ഞാനം കൊണ്ടുവരണമെന്നും ഗുരുക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇതെന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം ജ്ഞാനം. ജ്ഞാനം എന്ന് വെച്ചാൽ എന്താ? എന്നെ പറ്റിയുള്ള അറിവ്. ആരാണോ അറിയുന്നത് അയാളെ പറ്റിയുള്ള അറിവ് ആത്മജ്ഞാനം എന്ന് പറയും. എന്നെ പറ്റിയുള്ള അറിവാണ് ജ്ഞാനം. അപ്പോൾ വിജ്ഞാനമോ? ഈ എല്ലാം ചലിപ്പിക്കുന്ന പ്രകൃതിയല്ലേ? പലതായി മാറി പല നാമരൂപങ്ങളായിരിക്കുന്നതൊക്കെ എന്താ? പ്രകൃതിയല്ലേ കാണപ്പെടുന്നത്. ഈ പ്രകൃതിയെ പറ്റിയുള്ള അറിവാണ് വിജ്ഞാനം. അതിന് പുറത്ത് നമ്മൾ അറിയുന്നതെല്ലാം ഞാനെന്നുള്ള വ്യക്തിബോധത്തോടു കൂടി ഞാൻ അറിയുന്നത് എന്തൊക്കെയുണ്ടോ അതെല്ലാം അജ്ഞാനമാണ്. നമ്മൾ ഈ പഠിക്കുന്നതും അറിയുന്നതൊക്കെ അജ്ഞാനം എന്നുള്ള പദം കൊണ്ടാണ് വിവക്ഷിക്കുന്നത്. അത് ജ്ഞാനം തെളിയണം ഹാപ്പി ആവണമെങ്കിൽ. ജ്ഞാനം തെളിയെന്ന് വെച്ചാൽ എന്താ? ആദ്യം ബുദ്ധിക്കെങ്കിലും ഉറപ്പ് വരണ്ടേ? ധീക്ക് തെളിച്ചം വരണം. ബുദ്ധിക്ക് തെളിച്ചം വരാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഗുരുക്കന്മാർ കുറേ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഈ സമസ്തവും ആത്മബോധത്തിൽ ഉണ്ടായി മറയുന്നതാണെന്ന് മനസ്സിലാക്കണം. ഈശ്വരേച്ഛ എന്ന് പറയുമല്ലോ സാധാരണഗതിയിൽ അല്ലേ? ഈശ്വരൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് എല്ലാം നടക്കൂ. എന്താണ് ഈ ഈശ്വരൻ? ആരാണെന്ന് ചോദിക്കേണ്ട അർത്ഥമില്ല. കാരണം ഒരു വ്യക്തിയല്ലല്ലോ, അത് അനുഭൂതിയല്ലേ. അനുഭൂതി നമ്മൾ അറിയുന്നത് ശാന്തി എന്ന പദം കൊണ്ടാണ്. പിന്നെയോ പ്രേമം എന്ന പദം കൊണ്ട് അതിൽ ജീവിക്കുന്നു. ആനന്ദം അതിൽ നിന്നുളവാകുന്ന ഒരു സമ്പൂർണ്ണ അനുഭവമാണ് ആനന്ദം. അതായത് ശാന്തി, പ്രേമം, ആനന്ദം ഇതിനെ അറിയുന്നതാണ്. ഈ അനുഭവത്തിൽ ജീവിക്കലാണ് സമ്പൂർണ്ണ ജീവിതം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അതിലേക്ക് എങ്ങനെ പോവാം? അതിന് ചില മാർഗങ്ങളും അവർ പറഞ്ഞു തന്നിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മളോട് പറയും അക്സെപ്റ്റൻസ് എന്ന്. ഇന്ന് കാലത്ത് വളരെ പ്രധാന ഒരു വാക്കല്ലേ? എല്ലാം നമ്മൾ സ്വീകരിക്കണം. എല്ലാം നമ്മൾ സ്വീകരിക്കാന്ന് വെച്ചാൽ എന്താ? ആദ്യം മനസ്സിലാക്കുക, ഇതെല്ലാം ഈശ്വരനാണ് പല നാമരൂപങ്ങളായിരിക്കുന്നത് അല്ലേ? പ്രകൃതിയായി മാറിയിരിക്കുന്ന ഈശ്വരൻ തന്നെയാണ്. ജീവനുള്ളതും ആനിമേറ്റും ഇനാനിമേറ്റ് ആയിട്ട് കാണപ്പെടുന്ന സർവ്വതും ഈശ്വരാണെന്ന് ആദ്യം പഠിപ്പിക്കണം നമ്മുടെ ബുദ്ധിയെ, നമ്മുടെ മനസ്സിനെ ഇല്ലേ? കങ്കർ കങ്കർ ഹേ ശിവശങ്കർ. ഓരോ മണൽത്തിരിയും ശിവനാണെന്ന് പഠിപ്പിച്ചാൽ ഓരോന്ന് ഈശ്വരാണെന്ന് പതുക്കെ ബുദ്ധിക്ക് പതിയെ ബുദ്ധി മനസ്സ് അതിനെ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങും. അങ്ങനെ ഇരിക്കും നമ്മുടെ കൂട്ടുകാരാരാ? ഈശ്വരനല്ലേ. നമ്മുടെ ശത്രുക്കളാരാ? ഈശ്വരനല്ലേ. അപ്പോൾ ഈ കാണപ്പെടുന്ന എല്ലാം ഈശ്വരൻ്റെ കളിയാന്ന് മനസ്സിലാക്കുമ്പോൾ മനസ്സ് തെളിച്ചം ഉണ്ടാവും. പതിയെ ഒരു ആനന്ദാനുഭൂതി നമ്മളിൽ സംജാതമാകും. അപ്പോൾ ഈ പുതിയ ഭാഷയിലൊക്കെ പറയും നമ്മുടെ തലച്ചോറിൽ ഡോപ്പാമിൻ ഉണ്ടായിരുന്നു. നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ ഡോപ്പാമിൻ എന്ന് പറഞ്ഞ ഹോർമോൺ, അങ്ങനെയാണ് ഇന്ന് കാലത്ത് പറയുന്നത്. പുതിയ രീതിയിൽ അറിയുന്നത് ഇങ്ങനെയാണ്. ഡോപ്പാമിൻ മനസ്സിലുണ്ടാകുമ്പോൾ നമുക്കൊരു ഹാപ്പി ഫീലിംഗ് ഉണ്ടാവും. ആദ്യത്തെ പണി എന്താണ്? അക്സെപ്റ്റൻസ്. രണ്ടാമതോ സത്സംഗം എന്ന് പറയും. ആ സത്സംഗം ഉണ്ടായാലേ പതുക്കെ മോഹങ്ങൾ അസ്തമിച്ച് മനസ്സിന് ശുഭ്രത ഉണ്ടാവുള്ളൂ. സത്സംഗം എന്ന് വെച്ചാൽ എന്താ? ഇത്തരം വിഷയങ്ങൾ അറിയുന്ന ആൾക്കാരോടുള്ള സംസർഗം, ആ സത്യത്തോടുള്ള സംഘം. എൻ്റെ ആത്മാവിനെ ഞാൻ ബന്ധപ്പെടാൻ ഉപയോഗിക്കുന്ന ഉപായമാണ് സത്സംഗം. അങ്ങനെ ആ സത്തുമായ സംഗമം ഉണ്ടാകുമ്പോൾ മനസ്സിൽ വീണ്ടും തെളിച്ചുണ്ടാവും. സംശയങ്ങളൊക്കെ പതിയെ ദൂരീകരിക്കും. ഇപ്പം താൻ ചോദിക്കുന്ന പോലെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിക്കഴിയുമ്പോൾ മനസ്സിൽ തെളിച്ചുണ്ടാവില്ലേ? ഒരു സുഖം ഉണ്ടാവില്ലേ? ആ മനസ്സിന് സുഖം പതിയെ തെളിയുമ്പോൾ അതിന് ഇന്നത്തെ കാലത്ത് പറയും ഓക്സിറ്റോസിൻ ഉണ്ടായെന്ന് പറയും. അങ്ങനെ ഹോർമോൺ ബ്രെയിൻ റിലീസ് ചെയ്തു, അല്ലെങ്കിൽ അന്തസ്രാവി ഗ്രന്ഥികൾ എവിടെ നിന്നൊക്കെയോ റിലീസ് ചെയ്തു എന്നൊക്കെ പറയും. അപ്പോൾ അത് രണ്ടാമത്തെ ഭാവം സത്സംഗം. മൂന്നാമതോ സേവ. ഇതൊക്കെ ചെയ്യാം, ധ്യാനം, സാധന എല്ലാം ചെയ്യാം. പക്ഷേ എൻ്റെ ജീവിതം കൊണ്ട് മറ്റൊരാൾക്ക് പ്രയോജനം ഉണ്ടായില്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ സുഖം ഉണ്ടാവുമോ? പരോപകാരാർത്ഥം ഇതം ശരീരം എന്നാ പറയുന്നത്. മറ്റുള്ളവർക്ക് ഉപകാരത്തിനായിട്ടാണ് ഞാൻ ഈ ശരീരത്തെ കൈക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്നെ കൊണ്ട് ആർക്കെങ്കിലുമൊക്കെ ഗുണം ഉണ്ടാവണം.
മറ്റുള്ളവർക്ക് സേവ ചെയ്യണം. എൻ്റെ ജീവിതം തന്നെ ഒരു സേവാഭാവമായി തീരണം. അല്ലാതെ ഒരിക്കലും ആനന്ദത്തെ ശരിയായ രീതിയിൽ അനുഭവിക്കാൻ പറ്റില്ല. മനസ്സിലായോ? സെൽഫ് ലവ്, അതായത് സ്വന്തം കാര്യങ്ങൾ നോക്കണം, മറ്റുള്ളവർക്ക് വേണ്ടിയും ജീവിക്കണം, സ്വയം ആനന്ദിക്കണം, മറ്റുള്ളവർക്ക് ആനന്ദം പകർന്നു നൽകുകയും വേണം. അതിനുപയോഗിക്കുന്ന മാർഗമാണ് സേവ. മറ്റുള്ളവർക്ക് ഈശ്വരനെ കണ്ട് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എന്നെക്കാലാവുന്ന രീതിയിൽ, എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ, നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് ചെയ്യുന്ന ഭാവമാണ് എന്തു പറയും? സേവ. ആ സേവാഭാവത്തെ നമ്മൾ വളർത്തിയെടുക്കണം. അതിനെന്തോ ഒരു ഹോർമോൺ ഉണ്ടാവുമെന്ന് പറയുന്നു, സെറോട്ടോണിനോ മറ്റോ പറഞ്ഞൊരു ഹോർമോൺ ഉണ്ടാവുമെന്ന് പറയും. സേവാഭാവത്തിലൂടെ നമുക്കുണ്ടാവുന്ന ആ ഒരു അവസ്ഥയാണ്. ഇനി ഏറ്റവും അന്ത്യത്തിൽ, പക്ഷേ ഏറ്റവും അടിസ്ഥാനമായിട്ട് മറ്റൊരു കാര്യമുണ്ട്, വ്യായാമം. ശരീരത്തിന് സ്ട്രെസ് കൊടുക്കണം, ശരീരത്തിന് സ്ട്രെച്ച് കൊടുക്കണം. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നില്ലേ? ആവശ്യമുള്ള സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ ശരീരത്തിന് കൊടുക്കണം. ആവശ്യം സ്ട്രെച്ച് ചെയ്യണം, വലിച്ചു നീട്ടണം. അങ്ങനെയുള്ള വ്യായാമാദികൾ ചെയ്യണം. പണ്ട് കാലത്തെന്ന് വെച്ചാൽ നിത്യവൃത്തിക്ക് വ്യായാമം പ്രത്യേകിച്ച് ചെയ്യേണ്ട വിഷയമില്ല. കാരണം നിത്യവൃത്തി എല്ലാം കഠിനാധ്വാനത്തിലൂടെ മാത്രമേ നടക്കുള്ളായിരുന്നു. വിറക് കീറുക, വെള്ളം കോരുക തുടങ്ങിയ പണികളൊക്കെ എല്ലാവരും ചെയ്തിരുന്നല്ലേ. അതുണ്ടായിരുന്ന കൊണ്ട് വ്യായാമം വലിയ നിർബന്ധമൊന്നും ആയിരുന്നില്ല. മാത്രമല്ല അവർക്ക് ജീവിത ചിട്ടകളുണ്ടായിരുന്നു. ഇന്നതുകൊണ്ട് ഇക്കാലത്ത് എന്തെങ്കിലുമൊക്കെ ശരീരം അനങ്ങുന്ന പണികൾ ചെയ്യണം. അത് ഒത്തിരി ആവരുത്, നന്നായി ഒന്ന് വിയർക്കണം നിത്യം. അങ്ങനെ വരുമ്പോൾ മനസ്സിന് പ്രസന്നതയുണ്ടാവും. വ്യായാമം ചെയ്യില്ലെങ്കിൽ എന്താ പറ്റുക? ഈ വിചാരങ്ങളും വികാരങ്ങളും എല്ലാം ശരീരത്തിൻ്റെ ഓരോ കോശങ്ങളിലും അടിഞ്ഞുകൂടി അതൊരു ടോക്സിസിറ്റി ഉണ്ടാക്കും. അപ്പോൾ ശരീരത്തിനൊന്ന് വലിച്ചു നീട്ടി ഒന്ന് വരുമ്പോൾ അല്ലേ തന്നെ അറിയാമല്ലോ, അല്പം ഒന്ന് വലിച്ചു നീട്ടുമ്പോൾ ഒരു യൂഫോറിക് ഫീലിംഗ് ഉണ്ടാവുമല്ലോ, ഇല്ലേ? നമ്മുടെ ശരീരത്തിൽ അപ്പോൾ എൻഡോഫിൻസ് പുറപ്പെടുക എന്നൊക്കെയാണ് പറയുക. അതിനെപ്പറ്റി എൻഡോഫിൻ എന്ന് പറഞ്ഞ ഹോർമോൺ ഉണ്ടാവുന്നു എന്നൊക്കെ പറയണം. ഇങ്ങനെ ഞാൻ ഈ വിധത്തിലൂടെ നിരന്തരമായിട്ട് എൻ്റെ സന്തോഷത്തെ എനിക്ക് നിയന്ത്രിച്ച് മാനേജ് ചെയ്യിക്കാൻ പറ്റും. പിന്നെ ഇതൊരു ശീലമാകും. പതുക്കെ മനസ്സിൻ്റെ സ്വഭാവ ശീലങ്ങൾ, ഈ നല്ല ശീലത്തെ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് കാണപ്പെടുന്ന ഈ സ്ട്രെസ്സ്, സ്ട്രെയിന്, മറ്റേ ഡിപ്രഷൻ തുടങ്ങിയ കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് സ്വതന്ത്രമാകാൻ പറ്റും എന്ന് ആണ് നമ്മുടെ ഇന്ന് വരെയുള്ള അനുഭവം.